Hi dear friends, welcome to Chukwood Stories. അപ്പോൾ നമ്മുടെ മാത്സിന്റെ ഡെയിലി ബൂസ്റ്റ് മാത്സിന്റെ സീരീസ് ആണെന്ന് 16 ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 16 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 10th പ്രിലിംസ് ജൂലൈ 18-ാം തീയതിയാണ് എക്സാം വരുന്നത്. ബെവ്കോ LD അതേപോലെ തന്നെ നമ്മുടെ കമ്പനി ബോർഡ് LGS ഏറ്റവും കൂടുതൽ പേര് അപ്ലൈ ചെയ്തിരിക്കുന്ന ആ രണ്ട് എക്സാംസ് ആയിരിക്കും. അതിന്റെ രണ്ടിന്റെയും എക്സാം വരുന്നത് ജൂലൈ 18-നാണ്. രാവിലെയും വൈകുന്നേരവുമായിട്ടാണ് എക്സാം വരുന്നത്. അതായത് മോർണിംഗ് 10 to 11:35 അങ്ങനെയാണ് ടൈം. അതേപോലെ ഉച്ച കഴിഞ്ഞും രണ്ട് ഫേസ് ആയിട്ട് നടത്തുന്നത് രാവിലെയും വൈകുന്നേരമായിട്ട് തന്നെയാണ്. ഓക്കെ, അതൊന്ന് ഓർമ്മ വേണം. ജൂലൈ 18-ആണ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ മാത്സ് നമുക്കറിയാം, മാത്സിന് 20 മാർക്കും ബാക്കിയുള്ള GK പോർഷൻസും ആണുള്ളത്. പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ അതിന് എന്തില്ല, ഇംഗ്ലീഷും ഇല്ല, മലയാളവും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. 145/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ്. ഇത് LGS ലെവലിൽ നടന്ന ഒരു എക്സാമിൻ്റെതായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് 5625 ഈക്വൽ ടു 75 ആണെങ്കിൽ റൂട്ട് ഓഫ് 0.5625 പ്ലസ് റൂട്ട് ഓഫ് 56.25 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പോയിന്റ് വെച്ചിട്ടുള്ളത്, അതായത് ഒരു ആൻസർ വന്നിട്ട് അതിന്റെ പോയിന്റ് വെച്ചിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്കറിയാം ഇപ്പൊ ഇതിന്റെ അകത്ത് റൂട്ടിന്റെ ഉള്ളില് 0.5625 റൂട്ടിന്റെ ഉള്ളിൽ എത്ര പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്, 4 ഡിജിറ്റ് ഉണ്ട്. 4 ഉണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്, അതിന്റെ നേർ പകുതി ആയിരിക്കണം. സോ ഇവിടെ ആൻസർ എത്ര വരും, 0.75 എന്ന് വരും. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ 6 എണ്ണം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ, 0.075 എന്ന് വന്നേനെ. ഇതിന്റെ ഉള്ളിൽ 8 ആയിരുന്നെങ്കിൽ ഇവിടെ എന്ത് വന്നേനെ, 0.0075 എന്ന് വന്നേനെ. പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ആണോ റൂട്ടിന്റെ ഉള്ളിലുള്ളത് അതിന്റെ നേർ എന്താണ്, പകുതി ആയിരിക്കണം റൂട്ടിന് വെളിയിലേക്ക് വരുമ്പോഴേക്കും. ഇനി ഇതിന്റെ ആൻസർ എത്രയായിരിക്കും വരേണ്ടത്, 56.25 എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ്. സോ ആൻസറിലേക്ക് വരുമ്പോൾ പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ് മതി. ഓക്കെ, രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്, 7.5 പ്ലസ് 0.75 എത്രയാണെന്ന്. ഇവിടെ 5 വരും, 7 5 എത്രയാണ്, 12. ശിഷ്ടം 1 വരും. ഇവിടെ എത്രയാണ്, 7 1 8, 8.25. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് 5 വരുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു തരാം. ഇപ്പൊ 75 അല്ലെ, 75ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5ന്റെ സ്ക്വയർ എടുത്ത് എഴുതുക. 5ന്റെ സ്ക്വയർ എത്രയാണ്, 25. 7 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ എത്രയാണ്, 8 അല്ലേ. 7 × 8 എന്ന് പറഞ്ഞാൽ എത്ര വരും, 56 വരും. സോ 5625 ആണ്. ഇനി നോക്കാം, നമുക്ക് 35 ആണെങ്കിൽ 35ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ എത്രയാണ്, 25 ആണ്. അതെടുത്ത് എഴുതുക. 3 കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത നമ്പർ 4 ആണ്. 3 × 4 എന്ന് പറഞ്ഞാൽ 12. 1225 ആണ് 35ന്റെ സ്ക്വയർ. 25ന്റെ സ്ക്വയർ എത്രയാണ്, 5ന്റെ സ്ക്വയർ 25 എടുത്ത് എഴുതുക. 2 കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത നമ്പർ 3 ആണ്. 2 × 3 എന്ന് പറയുമ്പോൾ 6 വരും, 625. അപ്പൊ 5ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് പറഞ്ഞു തന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2/13, 5/6, 3/4, 9/17. ഇതിന്റെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2/13, അപ്പൊ നമുക്കിവിടെ അറിയാം പോയിന്റ് ഇട്ട് കൊടുക്കാം, ഇവിടെ 0 ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര തവണയാണ്, ഒരു തവണ. ഇവിടെ 13 വരും, 7. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത് 0.1 ആണ്. 5/6 നോക്കാം. 5/6 പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ എന്താണ്, 0 ഇട്ട് കൊടുക്കുക. 8 6 are 48 ആണ്. ഇവിടെ ബാക്കി റിമൈൻഡർ 2 വരും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 0.8 ആണ്. ഇനി അടുത്ത് നോക്കാം. 3/4. 3/4 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വരും, പോയിന്റ് ഇടുക, 0 ഇട്ട് കൊടുക്കുക. 7 4s are 28 ആണ്. സോ ഇതിന്റെ ആൻസർ 0.7 ആണ്. നെക്സ്റ്റ് നോക്കാം. 9/17. 9/17 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും, പോയിന്റ് ഇട്ട് കൊടുക്കാം, ഇവിടെ 0 ഇട്ട് കൊടുക്കാം. 17 × 3 എന്ന് പറഞ്ഞാൽ എത്ര വരും, 7 21 51 വരുള്ളൂ. 17 × 4 6 ആണെങ്കിലും നമുക്ക് നോക്കാം. 6 7 42 ആണ്. 4 വരും. അപ്പൊ എത്ര വരും, ഇവിടെ 102 എന്ന് വരും. 90 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഏകദേശം ഇവിടെ 5 വരുള്ളൂ. 0.5 സംതിങ് വരും ഇവിടെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായത് എന്താണ്, ഇവിടെ ഏറ്റവും വലുതല്ലേ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഏറ്റവും വലുത്, 0.8 ആണ്. അതായത് 5/6 ആണ്. ഓപ്ഷൻ C ആണ് നമുക്ക് ഇവിടെ വലുതായിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
5 വർഷം മുമ്പ് അച്ഛന്റെയും മകന്റെയും വയസ്സുകളുടെ അനുപാതം 5:1 ആയിരുന്നു. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ ആകെ തുക 58 ആണെങ്കിൽ മകന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുൻപ് അച്ഛന്റെയും മകന്റെയും വയസ്സുകളുടെ അനുപാതം. അപ്പൊ നമുക്ക് നോക്കാം. അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത് 5:1 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ 5x ഉം 1x ഉം ആക്കി എടുക്കാം. എപ്പോ? 5 വർഷം മുൻപുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോ കറണ്ട് എത്രയായിരിക്കും? കറണ്ട് ഏജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഈ 5 വർഷം മുമ്പുള്ള വയസ്സിനോട് എന്ത് കൂട്ടിയാൽ മതി? 5 കൂട്ടിയാൽ മതി അല്ലെ? അതേപോലെ ഇവിടെയും എത്രയാണ്? 1x + 5 എന്ന് വരും. ഓക്കെ, അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോഴവരുടെ വയസ്സുകൾ ഏതാണ്? 5x + 5 ഉം 1x + 5 ഉം. ഇപ്പോൾ അവരുടെ വയസ്സുകളുടെ തുക 58 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 6x + 10 = 58 എന്ന് വരും. 6x എന്ന് പറഞ്ഞാൽ എത്ര വരും? 58 - 10, അതായത് 48 വരും. x എന്ന് പറയുമ്പോൾ എത്ര വരും? 48 ÷ 6, 8 അല്ലെ? 8 6 are 48. 8 48 ആണ്. 8 ആണ് എന്ത്? അച്ഛന്റെ വയസ്സ്. അല്ല സോറി, x എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? മകന്റെ വയസ്സല്ലേ? അപ്പൊ മകന്റെ വയസ്സെന്ന് പറയുന്നത് എപ്പോ? x എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? 8 ആണെന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? കറന്റ്, ഇപ്പോഴുള്ള വയസ്സാണ്. ഇപ്പോഴുള്ള വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1x + 5 ആണ്. അതായത് 8 + 5 13. ഓപ്ഷൻ ബി ആണ് എന്തെന്ന് പറയുന്നത്? മകന്റെ ഇപ്പോഴുള്ള വയസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കാം. 2, 5, 11, 23, 47. ഇതൊരു കോമൺ പാറ്റേൺ ആണ്. മിക്കപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണിത്. നോക്കിക്കേ, ഈ തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാണ്? 2 അല്ലെ? ഈ 2നോട് നമ്മൾ എന്ത് ചെയ്തു? 2 × 2 ചെയ്തു. +1 ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നെക്സ്റ്റ് നമ്പർ കിട്ടുന്നത്. നോക്കാം നമുക്ക്. 5 × 2 +1 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11. ഈ 11 നേരെ ഇങ്ങനെ എഴുതിക്കോ. 11 × 2 +1. 11 × 2 22. 22 ഒന്നും കൂടി കൂട്ടും 23 കിട്ടും. ഇനി 23 × 2 +1 ചെയ്താൽ എത്ര കിട്ടും? 46 + 1 47 കിട്ടും. നെക്സ്റ്റ് വേണ്ടത് എന്താണ്? 47 × 2 +1. 47 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 94 + 1, അതായത് 95 ആണ് നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു പാറ്റേൺ പല പരീക്ഷകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. 2, 5, 11, 23, 47, 95 എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. യഥാക്രമം 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 12 സെക്കൻഡുകളുടെ ഇടവേളകളിൽ 3 മണികൾ മുഴങ്ങുന്നുവെന്ന് ഇരിക്കട്ടെ. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് ഈ 3 മണികളും ഒരുമിച്ച് മുഴങ്ങുന്നത്? ഒരുമിച്ച് ബൾബ് കത്തുന്നത്, ഒരുമിച്ച് ഒരു സ്ട്രീറ്റ് ലൈറ്റിൽ ഇങ്ങനെ എത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡ് കൂടുമ്പോൾ ഓരോ ലൈറ്റും മിന്നി തെളിയുകയാണ്. എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് ഒരുമിച്ച് പ്രകാശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ്? സ്കൂളിൽ ഇത്ര മണി കിട്ടുമ്പോൾ ഇത്ര സെക്കൻഡ് വെച്ച് 2 ബെല്ലുകൾ ഒരുമിച്ച് മുഴങ്ങാറുണ്ട്. അല്ലെങ്കിൽ 10 സെക്കൻഡിൽ ഒരു ബെല്ല്, ഒരു 15 സെക്കൻഡിൽ അടുത്ത ബെല്ല്. ഇവ ഒരുമിച്ച് മുഴങ്ങുന്നത് എപ്പോ? ഇങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ LCM ആണ് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പഠിക്കാൻ തന്നിരുന്നത് അല്ലെ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് LCM ആണ്. ഈ നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കണം. ഓക്കെ, 6, 8, 12. LCM എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത് നോക്കാം നമുക്ക്. അവിടെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 3, 4, 6 എന്ന് വരും. അഗെയിൻ നമുക്ക് ഇതിനെ 2 കൊണ്ട് ചെയ്യാം. 3, 2, 3 എന്ന് വരും. ഇവിടെ അഗെയിൻ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്താൽ ഇവിടെ 1, 2, 1 എന്ന് വരും. സോ LCM എത്രയാണ്? 2 × 2 × 3 × 2 എന്ന് വരും. 4, 3, 3, 2, 6, 6 × 4 എന്ന് പറയുന്നത് 24. സോ 24 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ 3 എന്താണ് മണികളും ഒരുമിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? മുഴങ്ങുന്നു. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഓർത്തിരിക്കുക, അവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM ആണ്. ഇനി HCF വരുന്നത് കൊണ്ട് അതും പറഞ്ഞു തരാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു കോഡ് ഭാഷയിൽ ടൈം എന്നതിനെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? GRNV എന്ന് എഴുതിയിരിക്കുന്നു. എങ്കിൽ ബുക്കിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുക്കിനെ ഇവിടെ നമുക്ക് നോക്കാം. ജസ്റ്റ് ABCDക്ക് പേര് കൊടുക്കാം. ABC DE F G H I J K L M N O P Q R S T U V W X Y Z. ഇതല്ലേ നമ്മുടെ ABCD വരുന്നത്. നമുക്കൊന്ന് പേര് കൊടുത്ത് നോക്കാം. ഇവിടെ 1 2 3
4 5 6 7 8 പിന്നെ എന്ത് വരും 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 ഓക്കെ. ഇവിടെ നമുക്ക് ടി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രാമത്തെ നമ്പർ ആണ്? ടി എന്ന് പറയുന്നത് 20ാമത്തെ നമ്പർ ആണ്. അതിന് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ജി ആണ്. നമുക്ക് ഇതിന് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് നമ്പർ ഇട്ട് കൊടുക്കാം. ഓക്കെ, റിവേഴ്സ് ഓർഡറിൽ നമുക്ക് കൊടുക്കാം. 1 2 3 ഇവിടെ 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 ഇതാണ് നമുക്ക് തിരിച്ചു എഴുതുമ്പോൾ വരുന്നത്. ഇവിടെ നോക്കിക്കേ, ടി എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ നിന്ന് എണ്ണുമ്പോൾ അത് 20 ആണ്, ബാക്കിൽ നിന്ന് എണ്ണുമ്പോഴും അത് ഏതാണ്? ജി ആണ് 20 വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ പെയർ ചെയ്തിരിക്കുന്നത്. ഐ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണെന്ന് നോക്കിക്കേ, ഐ എന്ന് പറയുന്നത് 9ാമത്തേതാണ്. പുറകിൽ നിന്ന് എണ്ണുമ്പോൾ 9ാമത്തേതാന്ന് നോക്കിക്കേ, അത് 6 ആണ്. ഉണ്ടോ? കറക്റ്റ് അല്ലേ? എം എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? എം 13 ആണ്. അത് പുറകിൽ നിന്ന് എണ്ണുമ്പോൾ, ബാക്കിൽ നിന്ന് നമ്മൾ ബാക്ക്വേർഡ് എണ്ണുമ്പോൾ 13ാമത്തെ ലെറ്റർ ഏതാണ്? എൻ ആണ്. ഇ എന്ന് പറയുന്നത് 5ാമത്തേതാണ്. ബാക്ക്വേർഡ് എണ്ണുമ്പോൾ ഇ എന്ന് പറയുന്നത് ഏതാണ്? വി ആണ്. കണ്ടോ? 5 എന്ന് പറയുന്നത് ഏതാണ്? വി ആണ്. കണ്ടോ? ആ ഒരു പാറ്റേണിലാണ് ഇവിടെ പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബി നോക്കാം. ബുക്ക് ഇവിടെ എത്രയാണ്? 2 ആണ്. ഒ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ നമ്പർ ആണ്? ഒ എന്ന് പറയുന്നത് 15 ആണ്. ഇവിടെയും എന്താണ്? 15. കെ എന്ന് പറയുന്നത് എത്രയാണ്? 11 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചുള്ള ഓർഡറിൽ നോക്കാം. തിരിച്ച് 2 വരുന്ന ഏതിലാണ്? വൈ. ഓക്കെ, തിരിച്ച് 2 വരുന്നത് വൈ ആണ്. നെക്സ്റ്റ് 15, ബാക്കിൽ നിന്ന് എണ്ണുമ്പോൾ 15 വരുന്ന ഏതാണ്? എൽ ആണ്. രണ്ടിടത്ത് എൽ വരും. ഇനി ഏതാണ് വരേണ്ടത്? 11 ആണ് കെ വരേണ്ടത്. ബാക്കിൽ നിന്ന് എണ്ണുമ്പോൾ 11 എന്ന് പറയുന്ന ഏതാണ്? പി ആണ്. വൈ എൽ എൽ പി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 12 + 6 ഡിവൈഡ് ബൈ 2 × 3 - 4 ലഘൂകരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 12 + 6 ഡിവൈഡ് ബൈ 2 × 3 - 4. നമുക്ക് നോക്കാം ഏത് റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്? ബോർഡ് മാസ് അല്ലെ? എന്താണ് ബോർഡ് മാസ് എന്ന് പറയുന്നത്? ബ്രാക്കറ്റ് വരും. ഇവിടെ എന്താണ്? എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് ഓർഡർ ഒക്കെ വരാം. ഡിവിഷൻ വരണം, മൾട്ടിപ്ലിക്കേഷൻ വരണം, അഡീഷൻ വരണം, സബ്ട്രാക്ഷൻ വരണം. ഈ ഓർഡറിൽ തന്നെ വേണം ചെയ്യാനായിട്ട്. നമുക്കിവിടെ പെറുക്കി എഴുതി വെക്കാം. 12 + 6 ഡിവൈഡ് ബൈ 2 എത്രയാണ് ആൻസർ വരേണ്ടത്? 3 ആണ്. × 3 - 4. ഡിവിഷൻ കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. 12 + 3 × 3 9 - 4. 12 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 21 - 4, അതായത് 17 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ 225 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും? സമയം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അല്ലെ, ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ ടൈം, ഇവിടെ സ്പീഡ്. ദൂരമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇവ തമ്മിൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. ടൈം ഇൻറ്റു സ്പീഡ് ചെയ്യണം. ഇനി അടുത്തത് ഏതാണ്? സ്പീഡ്, വേഗത സ്പീഡാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതങ്ങ് മാറ്റി വെച്ച് നോക്കിക്കേ. d/t ദൂരം ബൈ എന്താണ്? സമയമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ഏതാണ്? ടൈം, സമയം. ടൈം ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൂരം ബൈ വേഗത ചെയ്താൽ മതി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സമയമല്ലേ വേണ്ടത്? അതായത് സമയം എന്ന് പറയുന്നത്, ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 225 കിലോമീറ്റർ ആണ്. അതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? വേഗത എന്ന് പറയുന്നത് 90 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 90 കിലോമീറ്റർ ആണ് ഇവിടെ. കണ്ട, ഇവിടെയും കിലോമീറ്റർ ആണ്. ആൻസർ വന്നിരിക്കുന്നത് എല്ലാം മണിക്കൂറിലാണ്. കിലോമീറ്റർ പെർ അവർ, അതാണ് നമ്മുടെ ബേസിക് ഇതെന്ന് പറയുന്നത്. മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അത് മീറ്ററിലാണെങ്കിൽ നമ്മൾ മൊത്തം മാറ്റേണ്ടി വരും കേട്ടോ. 225/90 ചെയ്യുക. നമുക്ക് നോക്കാം. 225നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 90 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എത്ര വരും? ഇവിടെ 2 തവണ 180 എന്ന് വരും. ബാക്കി ഇവിടെ എത്ര വരും? 45 എന്ന് വരും. ഉണ്ടോ? അതായത് 2/45/90 എന്ന് വരും. അതായത് 2.5 മണിക്കൂർ എന്ന് വരും. 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ എത്രയാണ് വരേണ്ടത്? 2 മണിക്കൂർ
30 മിനിറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക, ഇവിടെ 5 വരും, 9 5 45 കണ്ട 450 വരും. ഇങ്ങനെയും ചെയ്യാം. 2.5 എന്ന് കിട്ടും. 2.5 എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ 50 മിനിറ്റ് ആണെന്ന് വിചാരിക്കരുത്, അത് അരയാണ്. 0.5 എന്ന് പറഞ്ഞാൽ അരയല്ലേ, അപ്പൊ 2.5 മണിക്കൂർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു കച്ചവടക്കാരൻ കയ്യിൽ 24 പേനകളും 36 പെൻസിലുകളും 60 നോട്ട്ബുക്കുകളും ഉണ്ട്. ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാത്ത വിധം ഇവയെ പാക്കറ്റുകളിലാക്കുകയാണെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റ്, പരമാവധി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് വേണ്ടത്. HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്തിന്റെ HCF കണ്ടുപിടിക്കണം? ഈ പറയുന്ന 24ന്റെയും ഈ പറയുന്ന 36ന്റെയും ഈ പറയുന്ന 60ന്റെയും. അതായത് എന്റെ കയ്യിൽ 24 പേനയുണ്ട്, 36 പെൻസിൽ 60 നോട്ട്ബുക്ക് ഉണ്ട്. അത് ഈക്വൽ ആയിട്ട് എനിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതായത് ഒരാൾക്കും കുറവുണ്ടാവാൻ പാടില്ല, എന്നാൽ എല്ലാം തിരികെയും വേണം. അതായത് അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. എത്ര പാക്കറ്റ് ആക്കി? ഇപ്പൊ 24 ഞാൻ 24 പാക്കറ്റുകളാക്കി പേന മാറ്റി. അപ്പൊ എന്ത് കിട്ടി? 24 പാക്കറ്റുകളിൽ പെൻസിലാക്കി കഴിഞ്ഞാൽ ബാക്കി റിമൈൻഡർ വരും. അപ്പൊ അതോടെ പറ്റില്ല, പോസിബിൾ ആവില്ല. അപ്പൊ എല്ലാം ഈക്വൽ ആയിട്ട് പോകണമെങ്കിൽ എത്ര ഉണ്ടാന്ന് നോക്കുക. ഇവിടെ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. ഇവിടെ 12 കിട്ടും, ഇവിടെ 18 കിട്ടും, ഇവിടെ 30 വരും അല്ലെ. എഗെയിൻ നമുക്ക് ഇതിനെ 2 കൊണ്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എത്ര വരും? 6 വരും, ഇവിടെ 9 വരും, ഇവിടെ എത്രയാണ്? 15 വരും. എഗെയിൻ നമുക്ക് ഇതിനെ 3 കൊണ്ട് ചെയ്യാം. ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ എത്രയാണ് വരേണ്ടത്? 5. ഇനി നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇതാണ് നമ്മുടെ ആൻസർ. 2 × 2 × 3, 2 × 2 4, 4 × 3 12. 12 പാക്കറ്റുകളാക്കി വെക്കാൻ പറ്റും എനിക്ക്. 24 പേനയുണ്ടല്ലേ, 24 പേനകളെന്ന് പറയുമ്പോൾ 12 പാക്കറ്റ് ആക്കുമ്പോൾ ഒരു പാക്കറ്റിൽ എത്ര എണ്ണം വരും? 2 എണ്ണം വീതം വരും. അപ്പൊ അത് ഓക്കെയാണ്, കറക്റ്റ് ആകും. ഇനി 36 പേനകളുണ്ട്, അപ്പൊ എത്ര വരും? ഒരു പാക്കറ്റിൽ എത്ര വരും? 3 പേന വീതം വരും. 60 നോട്ട്ബുക്കുകളുണ്ട്, അപ്പൊ ഒരു പാക്കറ്റിൽ എത്ര വരും? 60 / 12 5 വീതം വരും. അപ്പൊ എന്താണ്? ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാകും? 2 പേനയുണ്ടാകും, 3 പെൻസിൽ ഉണ്ടാകും, എന്താണ്? 5 നോട്ട്ബുക്ക് ഉണ്ടാകും. ഇതാണ് അതിന്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് ഏതായിരുന്നു? HCF ആണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിലെ ഒറ്റയാനാണ് വേണ്ടത്. 16. 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. 36 എന്ന് പറഞ്ഞാൽ 6ന്റെ സ്ക്വയർ ആണ്. 64 എന്ന് പറഞ്ഞാൽ 8ന്റെ സ്ക്വയർ ആണ്. 81 എന്ന് പറഞ്ഞാൽ 9ന്റെ സ്ക്വയർ ആണ്. 125ന്റെ എന്തിന്റെയെങ്കിലും സ്ക്വയർ ആണോ? അല്ല. സോ ഒറ്റയാൻ ആരാണ്? ഒബ്വിയസ്ലി ഓപ്ഷൻ ഡി ആണ് ഒറ്റയാൻ എന്ന് പറയുന്നത്. 3/5 / 9/10. 3/5 ഡിവിഷൻ. 2 ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ രണ്ടാമതൊരു ഭിന്നസംഖ്യയെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കുക. ഓക്കെ, ഇതും കൂടി കട്ടായി പോകും 2 തവണ, ഇതും കൂടി കട്ടായി പോകും 3 തവണ. അല്ല, 3 9 എത്ര തവണയുണ്ട്? 3 തവണ. സോ ആൻസർ വരേണ്ടത് 2/3. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഒരു കച്ചവടക്കാരൻ ഒരു ഡസന് 50 രൂപ നിരക്കിൽ എന്ത് വാങ്ങിച്ചു? ആപ്പിൾ വാങ്ങുന്നു. അയാൾ ഒരെണ്ണത്തിന് 5 രൂപ നിരക്കിൽ വിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഡസൻ അയാൾ എന്ത് മേടിച്ചു? ഒരു ഡസൻ എന്ന് പറയുമ്പോൾ 12 ആപ്പിളിന് എത്ര രൂപയായി? 50 രൂപയായി. ഓക്കെ, 12 ആപ്പിളിന് 50 രൂപയാണെങ്കിൽ ഒരു ആപ്പിളിന് എത്രയായിരിക്കും? ഒരു ആപ്പിൾ എന്ന് പറയുന്നത് 50 / 12 വരും. അതായത് 25 / 6 വരും. 25നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 6 4 24 വരും. ശിഷ്ടം 1 ഉണ്ട്, പോയിന്റ് ഇട്ട് കൊടുക്കുക, 0 ഇട്ട് കൊടുക്കുക, 1 വരും അല്ലെ. 6 വരും, എഗെയിൻ 4 വരും. ഇവിടെ എത്ര വരും? 6 6 36 എന്ന് വരും. 4.16 ആണ് എന്തെന്ന് കിട്ടുന്നത്? ഒരു ആപ്പിളിന്റെ വില എന്ന് പറയുന്നത്. ഒരു ആപ്പിളിന് അയാൾ 4.16 വാങ്ങിയിട്ട് ഒരു ആപ്പിളിന് അയാൾ 5 രൂപയ്ക്ക് വിറ്റു. സോ എത്ര രൂപ അയാൾക്ക് എന്താണ്? ഉറപ്പായിട്ടും അയാൾക്ക് എന്താണ്? നഷ്ടമാണോ? അല്ല, അയാൾക്ക് ലാഭമാണ്. സോ നഷ്ടം എന്ന് പറയുന്ന പോയിന്റേ നമുക്ക് അങ്ങ് വിട്ടിരിക്കാം. അപ്പൊ ഇനി ആൻസർ എത്ര വരും? 5 രൂപയ്ക്ക് വിറ്റു. ആദ്യം എത്ര രൂപയ്ക്ക് വാങ്ങിയ സാധനം? 4 രൂപയ്ക്ക് വാങ്ങിയ സാധനം. 10 ന്ന് 6 കുറച്ചാൽ എത്രയാണ്? 4 കിട്ടും. ഇവിടെ 9 വരും. 9 ന്ന് 1 കുറച്ചാൽ എത്ര വരും? 8 വരും. 5 ന്ന് 4 4 ഇവിടെ 4 തന്നെയാണ് അല്ലെ. 4 ന്ന് 4 കുറച്ചാൽ 0. 0.84 രൂപയാണ് അയാളുടെ ലാഭം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇവിടെ. 0.83 അത് നമുക്ക് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യുമ്പോൾ വരുന്നതാണ് അതിന്. സോ ഇവിടെ ആൻസർ എത്രയെന്ന് കിട്ടി? 0.83 രൂപയാണ് അയാൾക്ക് എന്തായിട്ട് വരുന്നത്? ലാഭമായിട്ട് വരുന്നത്. ഓക്കെ,
നെക്സ്റ്റ് നോക്കാം. 5 സുഹൃത്തുക്കളുടെ ശരാശരി ഭാരം 55 5 സുഹൃത്തുക്കളുടെ ശരാശരി. അപ്പൊ നമുക്ക് ആകെ ഭാരം, ആകെ തുക നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ആകെ എന്ന് പറയുന്നത് ശരാശരിയെ എന്തുകൊണ്ട് ഗുണിക്കുക? 5 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? എണ്ണം, ശരാശരി ഇൻറ്റു എണ്ണമാണ് ആകെ ഭാരം എന്ന് പറയുന്നത്. സോ ശരാശരി ഇവിടെ 55 എണ്ണം എന്ന് പറയുന്ന 5 55നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ ആയിട്ട് വരേണ്ടത്? 205 എന്ന് കിട്ടും. സോറി 275 എന്ന് കിട്ടും. 275 രൂപയാണ് എന്തെന്ന് പറയുന്നത്? അയാളുടെ അവിടുത്തെ ആകെ ഭാരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാണ് അതിൽ നിന്ന് ഒരാൾ മാറി. ഓക്കെ, അപ്പൊ ഒരാൾ മാറിയിട്ട് അപ്പൊ ആകെ നമുക്ക് നോക്കാം. ആകെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോയി. അപ്പൊ എത്രയായി? 275 ഉണ്ടായിരുന്ന ഭാരം 70 കിലോഗ്രാം ഉള്ള ഒരാളാണ് മാറിയിരിക്കുന്നത്. സോ 205 കിലോഗ്രാം ആയിട്ട് മാറി. എങ്കിൽ ബാക്കിയുള്ളവരുടെ ശരാശരിയാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? 205 ഇപ്പൊ നിലവിലുള്ളത്. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നോക്കാം നമുക്ക്. 205നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ I4 20 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ എത്രയാണ്? 5 താഴേക്ക് ഇറക്കി എഴുതുമ്പോൾ ഇവിടെ എത്ര വരും? 51 എന്ന് വരും. ഒരു തവണ ഒന്നിറക്കി എഴുതുക, ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക, ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 51.2 51.2 ഉള്ള ആൻസർ ഒരെണ്ണം മാത്രമല്ലേ ഉള്ളൂ. സോ ഓപ്ഷൻ സി 51.25 കിലോഗ്രാം ആണ് ബാക്കിയുള്ളവരുടെ ശരാശരി ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പെട്ടിയുടെ 3/5 ഭാഗം ആപ്പിളുകളും ബാക്കി ഓറഞ്ചുമാണ്. ആകെ 40 ഓറഞ്ചുകളാണ് പെട്ടിയിലുള്ളതെങ്കിൽ ആപ്പിളുകളുടെ എണ്ണം എത്ര? എന്താ പറഞ്ഞിരിക്കുന്നത്? പെട്ടിയുടെ 3/5 ഭാഗം ആപ്പിള്. ഓക്കെ, അതായത് ആ പെട്ടിയിലെ ഫ്രൂട്ട്സിനെ 5ആക്കി തിരിച്ചിട്ട് 3 ഭാഗം ആപ്പിൾ ആണെങ്കിൽ ബാക്കി 2/5 ഭാഗമാണല്ലോ ഈ ഓറഞ്ച് എന്ന് പറയുന്നത്. ഈ 2/5 ഭാഗം 40 ആണെങ്കിൽ ഈ പറയുന്ന 3/5 എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോ എന്താ ചെയ്യേണ്ടത്? അല്ലെ, ക്രോസ് ചെയ്യുക. 2 ഉള്ളതിനെ മുകളിൽ എഴുതുക, 1 ഉള്ളതിനെ താഴെ എഴുതുക. സോ ആൻസർ എങ്ങനെ വരും? 3/5 ഇൻറ്റു 40 ചെയ്യുക, ഡിവൈഡഡ് ബൈ എന്താ ചെയ്യേണ്ടത്? ഡിവൈഡഡ് ബൈ 2/5 ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. നമുക്ക് ഗുണിച്ച് നോക്കാം. ഇവിടെ 4 3 12. ഇവിടെ എത്ര വരും? 120 ഡിവൈഡഡ് ബൈ 5. ഡിവിഷൻ വരുമ്പോ എന്താ ചെയ്യേണ്ടത്? അതായത് ഭിന്നസംഖ്യകളെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കുക. ഇതാണല്ലോ നമ്മുടെ റൂള്. ഈ 5ഉം 5ഉം കൂടി കട്ടായി പോകും. 120 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 60 വരും. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു കടയുടെ മുന്നിൽ 15 പേർ ക്യൂ നിൽക്കുന്നു. രഘു മുന്നിൽ നിന്ന് 9ാമനാണ്. ക്യൂവിന്റെ പിന്നിൽ നിന്ന് നോക്കിയാൽ രഘുവിന്റെ സ്ഥാനം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ കണ്ടുപിടിക്കുന്നത് എപ്പോഴും നമ്മൾ എങ്ങനെയാണ്? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ചെയ്താൽ മതി. ഒരാളുടെ പൊസിഷൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും തന്നിട്ട് ടോട്ടൽ ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്ന പുറകിൽ നിന്ന് എത്രയാണെന്ന്. അപ്പൊ ടോട്ടൽ നമുക്കറിയാം 15 ആണെന്നറിയാം. ലെഫ്റ്റിൽ നിന്നുള്ളത് എത്രയാണ്? 9 ആണ്. അപ്പൊ റൈറ്റിൽ നിന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതി. ഇത് എത്ര വരും? 15 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? 9 - 1 എന്ന് പറയുന്നത് 8 + 6 എന്ന് വരും. 15 - 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. 7ാമതാണ് എന്തെന്ന് പറയുന്നത്? റൈറ്റ്, അതായത് പുറകിൽ നിന്ന് പിന്നിൽ നിന്ന് നോക്കുമ്പോൾ രഘുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 7 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സമവാക്യം ശരിയാകുവാൻ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഏത് രീതിയിൽ ക്രമീകരിക്കേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ ഓരോന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഡിവിഷൻ വരുമ്പോൾ എത്ര വരും? ഉണ്ടോ? 30 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 + 3 എന്ന് പറയുമ്പോൾ 9 ആണ്. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം എന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഇട്ട് കൊടുക്കാം. 30 - 5 എന്ന് പറയുമ്പോൾ 25 ആണ്. ഇവിടെ ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരും? അല്ല, ഇവിടെ ഇൻറ്റു 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതല്ലേ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വരും? 30 - 15 എന്ന് വരും. 15 കിട്ടും ആൻസർ. അതുമല്ല, നമുക്ക് വേണ്ടത് 18 ആണ്. 30 + 5 - 3. 30ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ 35 - 3 32 വരും. അപ്പൊ അതുമല്ല ആൻസർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 30 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3. ആദ്യം എന്ത് ചെയ്യണം? ഡിവിഷൻ ചെയ്യണം. 30 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 18 വരും. ഓക്കെ, സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
നെക്സ്റ്റ് നോക്കാം. 3.6 ഡിവൈഡഡ് ബൈ 0.12 ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എക്സിന്റെ വില എത്ര? ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ പോയിന്റ് അങ്ങ് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ താഴെ നമുക്കറിയാം പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണ് ഉള്ളതെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഡയറക്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ ആൻസർ എങ്ങനെ വരും? 3.6 ഡിവൈഡ് ബൈ 0.12 ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ ആൻസർ എത്ര വരും? 36. പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? 2 ഡിജിറ്റ് ഉണ്ട്. സോ ഒരു 0 ഇട്ട് കൊടുക്കണം അല്ലെ? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ. സോ നമുക്കൊരു 0 ആഡ് ചെയ്ത് കൊടുക്കണം. ഡിവൈഡഡ് ബൈ 12. 12 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, 2 0 ഉണ്ട്. ക്യാൻസൽ ആയി പോയി. സോ ആൻസർ വരേണ്ടത് 12 ആണ്. 360 ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി നമ്മുടെ ആൻസറിലേക്ക് എത്താനായിട്ട്. ഓക്കെ, അവിടെ നമുക്കറിയാം 12 3 36 ആണ്. സോ ആൻസർ വരേണ്ടത് 30. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചാൽ ലഭിക്കുന്ന ഉത്തരം ഏതാണ്? 2/3, 3/5, 5/8. ഡയറക്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. 2/3 പോയിന്റ് ഇട്ട് കൊടുക്കുക 0, 6 3 18. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എത്ര കിട്ടി? 0.6 ആണ്. ഇനി നമുക്കറിയാം 3/5, 3/5 പോയിന്റ് ഇട്ട് കൊടുക്കുക 0, 5 30 ആണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 0.6 ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരെണ്ണം കൂടി വരും അല്ലെ? അടുത്ത നമുക്ക് നോക്കാം. 5/8 പോയിന്റ് ഇട്ട് കൊടുക്കുക 0 ഇട്ട് കൊടുക്കുക 8 48. ഇവിടെ 2 വരും. ഓക്കെ, എന്താണ് പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എഗെയിൻ നമുക്കിവിടെ 0 ഇട്ട് കൊടുക്കാം. ഇവിടെ എത്ര തവണയാണ്? എഗെയിൻ ഇവിടെ 2 തവണ വരും. 8 × 2 16 എന്ന് വരും. ഇവിടുത്തെ ആൻസർ 0.62 ആണ്. അപ്പൊ ഇനി ഇതും കൂടി നമുക്ക് ബാക്കി ചെയ്ത് നോക്കാം. ഇവിടെ പോയിന്റ് ഉണ്ടല്ലോ, 0 ഇട്ട് കൊടുക്കുക 6 3 18. സോ ഇവിടുത്തെ ആൻസർ 0.66 ആണ്. നമുക്ക് ആരോഹണ ക്രമം, ആരോഹണം അവരോഹണം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആരോഹണം എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലോട്ട്, അവരോഹണം പറഞ്ഞിട്ടുണ്ട്. ഈ വാ വെച്ച് കണക്ട് ചെയ്യണം. അവരോഹണം വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ്. അപ്പൊ ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 3/5 ആണ്. 3/5 ഏറ്റവും ചെറുതായിട്ടുള്ള ഒരൊറ്റ നമ്പറേ ഉള്ളൂ. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 3/5 കഴിഞ്ഞാൽ പിന്നെ 5/8 വരണം. പിന്നെ വരേണ്ടത് 2/3 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അനു തെക്കോട്ട് 6 മീറ്റർ നടന്നു. തെക്കും വടക്കും പടിഞ്ഞാറൊക്കെ നമുക്ക് വേണമല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇത് വരച്ച് നോക്കാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അനു തെക്കോട്ട് 6 മീറ്റർ നടന്നു. അനു ഇവിടെ നിൽക്കുവാണേ. അനു തെക്കോട്ട് 6 മീറ്റർ നടന്നു. പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ, ഇങ്ങോട്ട് നമുക്കറിയാം ഇടത്തും വലതും എന്ന് പറയുമ്പോൾ തിരിഞ്ഞു പോകരുത്. ഇങ്ങനെ നിൽക്കുന്ന ഒരു സൂചിയാണെങ്കിൽ അത് വലത്തോട്ട് തിരിയുക. ക്ലോക്ക് വൈസ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്ലോക്ക് ആണെങ്കിൽ എങ്ങോട്ടായിരിക്കും? വലത്തെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്കല്ലേ മൂവ് ചെയ്യേണ്ടത്. ഇങ്ങനെയല്ലേ പോകേണ്ടത്? ഇങ്ങനെ പോകും. നമുക്ക് വേണ്ട എന്താണ്? ഇടത്തോട്ടാണ് തിരിഞ്ഞത്. സോ ഇങ്ങോട്ടേക്കായിരിക്കണം. ഇടത്തോട്ട് എത്രയാണ് തിരിഞ്ഞത്? 8 മീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞു. 8 മീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നു നോക്കാം. പിന്നീട് വീണ്ടും വലത്തോട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം, ഇനി ഇടത്തോട്ട് തന്നെയാണ്. ഇടത്തോട്ട് 6 മീറ്റർ ആണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ നേരെ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. ഇടത്തോട്ട് 6 മീറ്റർ ആണ്. പിന്നീട് വലത്തോട്ട് ഇങ്ങനെ നിന്ന് കഴിയുമ്പോൾ അത് വലതെന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടേക്കായിരിക്കണം പോകേണ്ടത്. വലത്തോട്ട് എത്രയാണ്? 10 മീറ്റർ ആണ് വലത്തോട്ട് നടന്നത്. എങ്കിൽ ആരംഭ സ്ഥാനത്ത് നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ്? ഇവിടെ നിന്ന് ഏത് ദിശയാണിത്? കിഴക്കാണല്ലോ. സോ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ കിഴക്കായിട്ട് വരും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൂട്ട് 49 + 576 എത്രയാണ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 49 എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് 49 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ഏതായിട്ട് വരും? 7 ആണ് അല്ലെ? അപ്പൊ 7ന്റെ സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഇവിടെ അടുത്ത് വരുന്നത്. 7 കഴിഞ്ഞ് വരുന്ന സ്ക്വയേഴ്സ് വരുന്ന ഏതായിരിക്കും? മിക്കപ്പോഴും അത് 8 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത്. 7 കഴിഞ്ഞുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഇത് എന്തായാലും വരില്ല, ഇത് വരില്ല. 49ലും വലിയ നമ്പർ ആയിരിക്കും ഉറപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതും വരില്ല. അങ്ങനെ തന്നെ നമുക്ക് കിട്ടും ഓപ്ഷൻ സി ആണെന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം 576 എന്ന് പറയുന്നത് 24ന്റെ സ്ക്വയർ ആണ്. ഇവിടെ എത്ര വരും? 49 + 576 എന്ന് പറയുന്നത് 24 വരും. 49ഉം 24ഉം 73 ആണ്. റൂട്ട് 73 വരും ആൻസർ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ 20 മാത്സിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്യുക.
എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല കണക്ട് ഫാക്ട്സ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ ഡിഗ്രി ലെവലിൽ ഉണ്ടായിരുന്നത്. അതേപോലെ 2025 ചോദിച്ച പല ക്വസ്റ്റ്യനും 2026 ക്വസ്റ്റ്യൻസിൽ കയറി വരുന്നുണ്ട്, ഡിഗ്രി ലെവലിൽ വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഡിഗ്രിയുടെ 2 ഫേസ് എക്സാം നടന്നല്ലോ. അപ്പൊ പലതും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ്, തിരിച്ചും മറിച്ചും അതിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചതായിരിക്കും ഇവിടുത്തെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ എല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. ആ രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതേപോലെ നമ്മുടെ മോക്ക് ടെസ്റ്റ് 10th പ്രിലിംസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് ആപ്പിൽ നമ്മുടെ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് ആ രീതിക്ക് തന്നെ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ തന്നിട്ടുണ്ടാകും. അതനുസരിച്ച് അത് പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് സിലബസ് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്